മന്ത്രദീക്ഷ തരുന്ന സമയത്ത് അറിയേണ്ടത് എന്തൊക്കെ വിഷയങ്ങളാണ്? ആദ്യമേ മനസ്സിലാക്കുക, നിങ്ങളേത് മന്ത്രം സ്വീകരിച്ചാലും ആ മന്ത്രം ജീവിതം മുഴുവൻ കൊണ്ടു നടക്കേണ്ടത് നിങ്ങളാണ്. ഒരു ഷർട്ടും ചെരുപ്പും മേടിക്കുവാൻ പോലും 10 കടയിൽ കയറുന്നവരാണ് നാം. അത്രയെങ്കിലും ശ്രദ്ധ ഇതിനും കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. ആരുടെ അടുത്തു നിന്നായാലും തരുന്ന മന്ത്രമേതാണെന്നും അതിന്റെ ഗുണദോഷമെന്തെന്നും അറിയാൻ ശ്രമിക്കുക. ഒരു ഗുരുനാഥനും ഓടിച്ചെന്നു ചോദിച്ചാൽ മന്ത്രം കൊടുക്കാറില്ല. അങ്ങനെ തരട്ടെ എന്ന് ചോദിച്ചാൽ ധൈര്യത്തോടെ വേണ്ട എന്ന് പറയാൻ ശ്രമിക്കുക. കാരണം മന്ത്രം അല്ല പ്രധാനം, അതിലൂടെ എത്തപ്പെടുന്ന ദേവതാതലമാണ്. തനിക്ക് ശ്മശാനകാളി ഉപാസനയുള്ളതുകൊണ്ട് എല്ലാവർക്കും ആ കാളിമന്ത്രം ഉപദേശം ആയി കൊടുക്കുക എന്ന ശൈലി മന്ത്രോപദേശത്തിലില്ല. കാരണം ഓരോ വ്യക്തികളും വേറെയാണ്. ഓരോരുത്തരുടെയും ധർമ്മം വേറെയാണ്. അതുകൊണ്ട് ആ മന്ത്രം ആ വ്യക്തിക്ക് ഗുണകരമാണെങ്കിൽ മാത്രമേ ആ ദേവതയെ ഗുരുനാഥൻ കൊടുക്കൂ. അധ്യാപനം ചെയ്യുന്ന വ്യക്തിക്ക് യുദ്ധമെന്ന കർമ്മത്തിന്റെ ദേവതയുടെ ആവശ്യം എന്തിന് എന്നതുപോലെയാണ് മന്ത്രോപാസനയിലെ വൈവിധ്യവും. അതുകൊണ്ട് മന്ത്രം യുക്തിപൂർവം സ്വീകരിക്കുക. സ്വാമി അഭിനവപാലാനന്ദ ഭൈരവ.